വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മളൊരു ട്രിപ്പ് പോക്കാണ്. ഇനാരെയും കൂടിയുള്ള ഫസ്റ്റ് ട്രിപ്പാണിത്. മൂന്നാറിലേക്കാണ് നമ്മൾ പോകുന്നത്. പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ പുതിയ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. സോ അതിന്റെ വകയായിട്ടൊരു ട്രിപ്പ് നമ്മൾ പോകുന്ന. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ജോബ് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും ലീവ് സാറ്റർഡേ സൺഡേ. ഇപ്പൊ നസീം സ്ഥലന്മാർ കണ്ണൂർന്നുമാര് മലപ്പുറത്തേക്ക് പോയി. അപ്പോൾ അവർക്കും ലീവ് ഈ സാറ്റർഡേ സൺഡേ. അങ്ങനെ തന്നെ നമ്മൾ ഫ്രൈഡേ നോക്കിയിട്ട് തന്നെ കാർ ഇറക്കി. പിന്നെ അങ്ങനെ ഇന്ന് രാത്രി ഫ്രൈഡേ ഇപ്പോൾ നൈറ്റ് 11 o'clock ആയി. നമ്മളിപ്പോൾ മൂന്നാറൊക്കെ പോകാൻ പോക്കാണ്. ഇനാറിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. പക്ഷെ ഇനാറിപ്പോൾ ഉറക്കാന്ന്. അതുകൊണ്ട് ഇനാറിനെ നമ്മൾ എടുത്തിട്ടില്ല. ചെറിയ സൗണ്ട് ഇട്ട് എണീക്കും. പിന്നെ കുലുമാലായിരിക്കും. അതുകൊണ്ട് ഓരോ ഉറങ്ങാണ്. സോ നമുക്ക് മൂന്നാർ വിശേഷങ്ങൾ എല്ലാം പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ വീട്ടിൽ എല്ലാ സാധനം എടുത്തിട്ട് പോകുന്നുണ്ട്. ബക്കറ്റും മറ്റേ അതുപോലെ പാട്ട്. കുറേ ട്രാവൽ ചെയ്തിട്ട് മൂന്നാറിലേക്ക് ഏകദേശം എത്താറായപ്പോഴേക്ക് നമ്മളൊരു വാട്ടർഫോൾ കണ്ടു. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഒരു വലിയ വാട്ടർഫോളല്ല, നല്ല ചെറിയ വാട്ടർഫോളും അല്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല മഞ്ഞും വീഴുന്നുണ്ടായിരുന്നു, ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു വ്യൂ നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ അത് ആസ്വദിച്ചിട്ട് പോകണം. കണ്ടിട്ട് മൈൻഡാക്കാണ്ട് പോകാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ, നമ്മൾ അള്ളാൻ്റെ നമ്മുടെ ഗോഡിൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ആസ്വദിച്ച് മെല്ലെ അങ്ങനെ നമ്മൾ എവിടെ എന്ത് കണ്ടതിനാലും സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നു. ബട്ട് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കുന്നതാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബ്രദറിനെ ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ മിസ്റ്റേക്ക് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ആ വാട്ടർഫോൾ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ മൂന്നാറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ എന്താ പറയുക, നമ്മുടെ റിസോർട്ടിലേക്ക് എത്താറായിട്ട്. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ജീപ്പ് സഫാരി പോക്കാണ്. റിസോർട്ടിലെത്തിയപ്പാട് നമ്മൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ടയർഡായിരുന്നു. നമ്മൾ ജീപ്പ് സഫാരി എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അറിയാത്തൊരു പ്ലേസിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി അവിടെ തന്നെയുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ അവർ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലേസസും കവർ ചെയ്ത് തരും. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, നമുക്ക് ജീപ്പ് സഫാരി തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളും ഇനി അത് തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ ജീപ്പ് സഫാരി ഫസ്റ്റ് പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ മെയിൻ തിങ്. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ചോറൊക്കെ കഴിച്ചു. ഇനാറയും ഫുൾ ഹംഗ്രി ആയിരുന്നു. ഇനാർക്ക് കൊടുത്തു, പക്ഷെ അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ചോറാണ് കഴിച്ചത്. ഒരു വലിയൊരു മരം കാണിച്ചില്ല. ഇത് ഒരു 50-60 വർഷം മുമ്പ് നമ്മുടെ ഇതുപോലെ മരമായിരുന്നു. ഇവിടെ മൊത്തം മരമായിരുന്നു. അത് ഇങ്ങനെ ആളുകൾ കുടിയേറി ഈ മരങ്ങളെല്ലാം വെട്ടി ചുട്ടും അതുപോലെ മരങ്ങൾ കുറേ ഇതിനും വിറകിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് വെട്ടി തെളിച്ചു വന്നു. പിന്നെ കുറേ തടികളെല്ലാം പെരുമ്പാവൂരിലുള്ള മില്ലുകളിലേക്ക് കയറിപ്പോയി. അതിന്റെ ബാലൻസ് ഇപ്പം ഈ നിലവിൽ ഇവിടെ മരം വെട്ടാൻ പറ്റിയത്. അതുകൊണ്ട് ഇങ്ങനെ കുറേ മരങ്ങൾ ബാലൻസ് നിൽക്കുന്നു. 100 മരത്തിൽ കൂടുതലില്ല ഇതേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗം നമ്മുടെ ഭാഗമൊക്കെ ഇതുപോലെ വനമായിരുന്നു. അതെല്ലാം തെളിഞ്ഞു പോയി. ഇപ്പൊ ഇങ്ങനെ കുറച്ച് വനം മാത്രം ബാലൻസ് നിൽക്കുന്നു. സാറ് പേരെന്തോന്നാ? എന്റെ പേര് ബാബു. എവിടെ താമസം? ഞാൻ മുരുവാൻകുടി. എന്നോ ചെയ്യുന്നേ? ഞങ്ങളുടെ കൂടെ ജീപ്പ് എടുത്തിട്ട് വന്നു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ഇത് നമുക്ക് റിസോർട്ട് മാത്രമേ ഉള്ളൂ. റിസോർട്ടിന്റെ പേര് ഗ്രീൻ കോവ്. ഓക്കെ, അതിന്റെ വിശേഷങ്ങൾ നമ്മൾ എന്തായാലും സംസാരിച്ചിടുക. നല്ലോണം എന്താ പറയുക, ഫുള്ള് നമുക്ക് ജീപ്പ് സഫാരി ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൽ ഫുള്ള് അവർ നിർത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം ചെയ്യുന്നത്. മൂപ്പർ തന്നെയാണ് അതിൻ്റെ ഡ്രൈവറും, മൂപ്പര തന്നെയാണ് അതിൻ്റെ എന്താ പറയുക ഓണറും കൂടി. എടുക്കാൻ പറ്റും ഈ ഏലക്കായ. ഏലകൃഷിയിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ചേക്കുന്നത്. ചെടി കിട്ടും.
ചെടി നമുക്ക് അവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഇപ്പോഴും ഏലകൃഷിയിലേക്ക് കൃഷിക്കാർ തിരിച്ചു വരാൻ കാരണം കാരണം ഈ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ കൂടി 1000 രൂപ 900 രൂപ വിലയിലാണ് നിന്നോണ്ടിരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം എന്തോ ഒരു പെട്ടെന്ന് 4000 രൂപ 3500 രൂപയിലേക്ക് വില കയറി വന്നു. അപ്പൊ എല്ലാവരും ഏലകൃഷിയിലേക്ക് പോയി. കുരുമുളക് കൃഷി കിട്ടും. കുരുമുളക് ലാഭകരമല്ല. കുരുമുളക് പരമാവധി 300 രൂപ 400 രൂപ കിട്ടും. അത് പറിക്കണമെങ്കിൽ ആണുങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ. പെണ്ണുങ്ങൾ മരത്തിൽ കയറി കുരുമുളക് പറിക്കില്ല. അതിന്റെ പേരിൽ ആ കൃഷി ഏലത്തിലേക്ക് മാറി. റബ്ബർ ഇല്ല. റബ്ബർ നമ്മുടെ നേരിമംഗലം അപ്പുറേക്കേ ഉള്ളൂ. റബ്ബറിന്റെ ഇവിടുത്തെ കാലാവസ്ഥ റബ്ബറിന് അത്ര പറ്റിയില്ല. നേരിമംഗലം അപ്പുറത്തേക്കുണ്ട്. ഇവിടെ ഏലം, കുരുമുളക്, കാപ്പി, കൊക്കോ അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതൽ. ഇതെവിടെ സ്ഥലം? സ്ഥലം മേരിലാൻഡ്. ഓക്കെ. ഇവിടെ പള്ളിയുണ്ട് മേരിലാൻഡ്. ഇത് മുമ്പ് ഇത് വീട്ടി സിറ്റി എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. വീട്ടിലുള്ള സ്ഥലമായിരുന്നേ. ഇത് ഏലമാണ്, ഏലച്ചെടി. ഇതിന് ഇപ്പം പടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇപ്പം എടുത്താൽ ഇപ്രാവശ്യത്തെ കായ ഒരു 5-6 നിർത്ത് വരെയൊക്കെ എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഇനി ഈ പഴുത്ത കായ പറിച്ചെടുത്തിട്ട് സ്റ്റോർ എന്ന് പറയും. സ്റ്റോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. അതിങ്ങനെ ഈ കറണ്ടും ഇതുകൊണ്ട് വിറകിലുമുണ്ട്. അതിലിങ്ങനെ നെറ്റ് ഇട്ടിട്ട് നെറ്റിന്റെ പുറത്ത് ഇങ്ങനെ കാ കൂട്ടിയിട്ടിട്ട് അടിയിൽ നിന്ന് ഇത് ചൂടാവും. അങ്ങനെയാണ് കാ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല പച്ച കളറിൽ തന്നെ കിട്ടും. അങ്ങനെ നമ്മുടെ ബാബുവേട്ടൻ റിപ്പിൾ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ബാബുവേട്ടൻ ആൾ പൊള്ളിയാണ്. ബാബുവേട്ടനാണ് നമ്മളെ എന്താ പറയുക ജീപ്പ് ഡ്രൈവ് ചെയ്തത്. നമ്മുടെ റിസോർട്ടിൻ്റെ ഓണർ എല്ലാം ഓൾ ഇൻ ഓളാണ്. എന്താ പറയുക, നമുക്ക് ഓരോ കാര്യങ്ങൾ പോകുന്നോറും ഓരോ പ്ലേസസ് വെച്ചിട്ട് ഇന്നത് ലൈക്ക് എക്സാമ്പിൾ നേരത്തെ കാണിച്ചല്ലോ ആ മരം എന്താണ് സംഭവം, ഏലക്കായ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ കൊക്കോ, പിന്നെന്താണ്ടായ കോഫി, അങ്ങനെ ഓരോന്നും ഓരോ പ്ലേസിൽ വെച്ചിട്ട് അതിൻ്റെ വിശദീകരണം നമുക്ക് തരുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പ്ലേസിലുണ്ടല്ലോ, ഈ വന്ന റിപ്പിൾ വാട്ടർഫോൾസിൽ എന്താ പറയുക മിനി ഗാർഡനിങ് സെറ്റപ്പും സ്റ്റോൾസും സ്നാക്സ് ടീ സ്റ്റോൾ പോലെ അതുമുണ്ട്. പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സ്റ്റോൾ അതുമുണ്ട്. നമ്മളിവിടുന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് ഹാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെറിയ സിസ്റ്റർ എന്തോ ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇനാറ ബേബി എന്ത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അയ്യോ എനിക്കൊന്നും വാങ്ങിത്തരുന്നില്ലല്ലോ, ഇനാറൊക്കെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് എൻട്രി ഫീ കൊടുക്കണം കേട്ടോ. ഒരു 20-30 റുപ്പീസാണ് തോന്നുന്നുണ്ട്, എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ എന്തോ എൻട്രി ഫീ ഉണ്ട്. ബട്ട് നമ്മൾ കൊടുത്തതിനാലും വേർത്ത് തന്നെയാണ്. ബിക്കോസ് ഇതിനുള്ളിൽ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഗാർഡനിങ് സെറ്റപ്പ് ഉള്ളത് നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ ആണെങ്കിൽ ഇതിനുള്ളിലാണെങ്കിൽ വാട്ടർഫോൾസും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് നോക്കാം, വാട്ടർഫോളും കാണാം. നല്ലൊരു വ്യൂ തന്നെയായിരുന്നു ഇത്. ഇതെവിടെയാണ് നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടീ സ്റ്റോളുണ്ട്. നല്ല ഒഴുക്ക് പോകുന്ന വെള്ളം നോക്ക്, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയാണ് ടീ സ്റ്റോൾ, ടീയും ജ്യൂസും ഐസ്ക്രീംസും ഒക്കെ അതും ഉണ്ട്. പിന്നെ ടോയ്ലറ്റും കാര്യങ്ങൾ, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ മസ്റ്റാണല്ലോ, ടോയ്ലറ്റൊക്കെ അതും ഉണ്ട്. പിന്നെ ഇവിടെ ഇതൊരു ആർട്ടിഫിഷ്യൽ പോണ്ട് പോലത്തെ ഒരു സംഭവം. ബട്ട് അതിൽ ലോട്ടസ് നാച്ചുറൽ തന്നെ കേട്ടോ. നല്ല കുറേ ലോട്ടസൊക്കെ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പറിക്കാനൊന്നും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ എന്താ പറയുക വ്യൂ ലൈക്ക് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇങ്ങനെ നടക്കുമായിരുന്നു. ഫോട്ടോസ് എടുത്ത് ഓരോ സ്പോട്ടിൽ വെച്ച് ഫോട്ടോസ് എടുക്കുക. ഫോട്ടോസ് മസ്റ്റാണല്ലോ നമുക്ക് വാട്സാപ്പ് സ്റ്റേറ്റസ് ഇടാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഓരോ പ്ലേസിൽ വെച്ച് ഫോട്ടോസ് എടുക്കുന്നു. ഇത് കണ്ടോ, നല്ല രസമില്ലേ ലോട്ടസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട്. വാവ്, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും കുറേ ഇതൊക്കെ ആസ്വദിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ കുറേ ഒന്നും നടക്കാനുണ്ട് ആവശ്യമില്ല. നമ്മൾ ടയേർഡ് ആവുന്നില്ല, ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിട്ടില്ല എത്ര നടന്നാലും. പക്ഷെ അത്ര കുറേ നടക്കാനുമില്ല. ബട്ട് ഒരു മിനിമം രീതിയിൽ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ താഴോട്ടേക്ക് നടന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകളുണ്ടല്ലോ, എന്താ പറയുക, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല. ബട്ട് അത് ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു. ആ വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബട്ട് ഡയറക്റ്റ് വന്ന് എന്തായാലും വന്ന് കാണേണ്ട പ്ലേസ് തന്നെയാണ്. എവിടെ നമ്മൾ വാട്ടർഫോൾ ഉണ്ടെങ്കിലും അതൊക്കെ എല്ലാ സ്ഥലത്തും അതിൻ്റെതായ ഒരു ഭംഗി അതിനുണ്ടാവും. അറിയാമല്ലോ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവല്ലോ.
അങ്ങനെ നമ്മളിവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മാക്സിമം എന്താ പറയുക, നമുക്ക് അത്ര ടൈം കൊണ്ട് നമുക്ക് മാക്സിമം പ്ലേസസ് കവർ ചെയ്യണം. പക്ഷെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ടൈം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി ഏതൊരു ഡാം, പൊന്മുടി ഡാമിലേക്കാണ് എത്തിയത്. ഒരു 5-3 ഡാംസൊക്കെ അതും കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ഡാമും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് ഡാമിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അതും ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല ഓഫ് റോഡ് എക്സ്പീരിയൻസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു വ്യൂ പോയിന്റിലാണ് എത്തിച്ചേർന്നത്. നമുക്ക് നമ്മുടെ ബാബുട്ടൻ ഓരോന്നും വിശദീകരിച്ച് പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അവിടെ കാണുന്നതാണ് ആ വലിയ റിസോർട്ട്, ഇവിടെ വെച്ചുള്ള വലിയ റിസോർട്ട്, നല്ല റിസോർട്ടും ഒക്കെ. സ്വന്തം റിസോർട്ടും വെച്ചിട്ട് മറ്റുള്ള റിസോർട്ടിനെ കുറിച്ചും ലൈക്ക് എന്താ പറയുക, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. പിന്നെ നമ്മളെ ബാബുട്ടനത് ഈ കാണുന്ന മരം ഉണ്ടല്ലോ, ഓറഞ്ച് ഫ്ലവേഴ്സ് വരുന്ന മരം, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ മരം എന്താണുള്ളത് അവരും തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ആ മരത്തിന്റെ പൂവ് ഇങ്ങനെ വിടർന്നു വെക്കും. അപ്പൊ ഈ കൊതുകെല്ലാം ഇങ്ങനെ ഇതിൽ കയറി പോകും. അപ്പൊ മലേറിയ പടർന്നില്ലെന്നാ പറഞ്ഞത്. ആ മരത്തിന്റെ പേര് മലേറിയ മരം എന്നാ പറഞ്ഞത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് ഇങ്ങനെ അടയും. അപ്പൊ ഈ കൊതുകെല്ലാം മുട്ടയിട്ട് എടുക്കെല്ലാം പോകുന്ന പറയുന്നത്. അപ്പം മലേറിയ ഉണ്ടാകാതെ അക്കാലത്ത് കുറെ ഈ പ്രകൃതി കൊണ്ട് തന്നെയല്ലേ രോഗം കൊണ്ടുവന്നത്. കൊതുകിനെ പോലും നശിപ്പിക്കാതെ കഴിവ് ആ ഫ്ലവർ കൊതുകിൽ നിന്നാണ് മലേറിയ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പുറത്ത് വന്ന് ലൈക്ക് റൂമിന് പുറത്തുള്ളൊരു ബാൽക്കണി ഏരിയയാണ്. അവിടെ നിന്ന് ഇപ്പോൾ രാത്രി അതിന് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ആ ഒരു ഏരിയയിൽ, റിസോർട്ടിൻ്റെ ഏരിയയിൽ കുറേ വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൂടുതൽ കാഴ്ചകൾ ഇപ്പോൾ രാത്രി കാണിച്ചു തരാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് രാവിലെ എടുത്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ. അവിടെ തന്നെ നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്. രാവിലത്തെ ഫുഡ് ഇവരുടെ നമ്മുടെ കൊടുക്കുന്ന റൂമിന് കൊടുക്കുന്ന റേറ്റിന് കൂടെ തന്നെ ഇൻക്ലൂഡാണ്. ആൻഡ് ഇഫ് നമുക്ക് ലഞ്ചും ഡിന്നറൊക്കെ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ അത് നമുക്ക് അവർ തന്നെ കുക്ക് ചെയ്ത് തരുന്നതാണ്. ഇവിടുത്തെ ലൈക്ക് 3 ആൾക്കാരാണ്. 1 നേരത്തെ കാണിച്ചിരുന്നല്ലോ, ഓണറും പിന്നെ രണ്ട് വേറൊരു ബോയ്സ് ഉണ്ട്. അവർ തന്നെയാണ് മെയിൻ്റനൻസും കുക്കിങ്ങും ഒക്കെ. ഇവർ ഈ 3 ആൾക്കാരാണ് ഇതൊക്കെ ഫുൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടല്ലോ ഒരു ക്യാരം ബോർഡ് സെറ്റപ്പ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്രീ ടൈമിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് അത് കളിക്കാം. പിന്നെ ഒരു ടേബിളും ചെയറൊക്കെ അതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇനാറ ബേബി തണുപ്പൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇനാറ ബേബിക്ക് സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തണുപ്പ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയായിരിക്കും ബേബിക്ക് അത് എന്താ പറയുക, അത് ഉൾക്കൊള്ളാൻ പറ്റുമോ അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളൊരു സ്വെറ്ററൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് നൂഡിൽസും ഫ്രൈഡ് റൈസും ചപ്പാത്തി, ചില്ലി ചിക്കൻ ആൻഡ് സൂപ്പാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത് അവർക്ക് ഓർഡർ കൊടുത്തതിനാൽ അവർ ഒരു ടൈം 1.5 hours വെച്ചിട്ട് എത്ര ടൈം എടുക്കുമോ അത് വെച്ചിട്ട് അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ നിറയെ കഴിച്ചു. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. ഒരു ഫുൾ റിവ്യൂ നമ്മൾ റിസോർട്ടിനെ കുറിച്ച് അപ്കമിങ് വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.